രാജു എബ്രഹാമിനെ അനുകൂലിച്ച് FB പോസ്റ്റ് ഇട്ട പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസിനെതിരെ നടപടിക്ക് സാധ്യത. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജു എബ്രഹാമിന്റെ ഫോട്ടോയോടൊപ്പം വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്നായിരുന്നു അൻസാരിയുടെ പോസ്റ്റ്. നടപടിയെടുക്കുന്നത് ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. പ്രവീൺ പുരുഷോത്തമൻ, രാജു എബ്രഹാമിന് സീറ്റ് നൽകാതെ തോമസ് ഐസക്കിന് സീറ്റ് നൽകി എന്നുള്ളതാണോ ഇപ്പോഴത്തെ പ്രശ്നം? നികേഷ്, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കായിരിക്കും പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയുടെ യോഗം ചേരുക. നേതാക്കൾ പക്ഷേ പറയുന്നത് ഇത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു യോഗമാണ് എന്നാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വിവാദ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അൻസാരിക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുമെന്നാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അൻസാരി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടത്. രാജു എബ്രഹാമിൻ്റെ ചിത്രത്തോടൊപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്നായിരുന്നു രാജു എബ്രഹാമിൻ്റെ ഫോട്ടോയോടൊപ്പം അദ്ദേഹം കുറിച്ചത്. നേരത്തെ തോമസ് ഐസക്കിൻ്റെ പരാജയം സംബന്ധിച്ച് ഒരു വിശകലനമൊക്കെ ഇപ്പോൾ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തോമസ് ഐസക് 53,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അത് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് വലിയ ഒരു തോൽവി തോമസ് ഐസക്കിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിലാണ് ഒരു ഏരിയ കമ്മിറ്റി അംഗം തന്നെ രാജു എബ്രഹാമിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നേരത്തെ രാജു എബ്രഹാം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായേക്കുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. 5 വട്ടം റാന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നേതാവ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആന്റണിക്ക് മുകളിൽ ഒരു വിജയം രാജു എബ്രഹാം ആയിരുന്നെങ്കിൽ കരസ്ഥമാക്കായിരുന്നു എന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം കരുതുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജു എബ്രഹാമിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കുറിപ്പ് കൂടി ചേർത്തിരിക്കുന്നത്. കൂടാതെ പത്തനംതിട്ട ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകേണ്ടിയിരുന്നു എന്നും ഏരിയ കമ്മിറ്റി അംഗം അൻസാരി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലും കുറിപ്പ് ഇട്ടിരുന്നു. ഈ 2 ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദം ഉയർന്നിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ചേരുന്ന പത്തനംതിട്ട ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യും. ഈ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നികേഷ്.